നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ആഞ്ചലോട്ടിയുടെ ലിസ്റ്റിൽ നെയ്മറും ആശ്വാസ വാർത്ത ഇതാ ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വേൾഡ് കപ്പിനായിട്ട് ആഞ്ചലോട്ടി പരിഗണിക്കുന്ന ലിസ്റ്റിൽ 50 താരങ്ങളുടെ ലിസ്റ്റിൽ നെയ്മർ ജൂനിയറും ഉണ്ട്. ഇനി അദ്ദേഹം വേൾഡ് കപ്പ് കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷനെ മാത്രം ആശ്രയിച്ചായിരിക്കും ഉണ്ടാവുക എന്നാണ് റിപ്പോർട്ട്. നമ്മൾ വിശദമായിട്ട് റിപ്പോർട്ടിലേക്ക് ഒന്ന് പോവുകയാണ്. നെയ്മർ കാർലോ ആഞ്ചലോട്ടിയുടെ ലിസ്റ്റിലുണ്ട്. ഈ ലിസ്റ്റിൽ 50 താരങ്ങളാണുള്ളത്. ഈ അത്ലറ്റ്സിനെ വളരെ ക്ലോസ് ആയിട്ട് ബ്രസീലിൻ്റെ ടെക്നിക്കൽ സ്റ്റാഫ് നിരീക്ഷിച്ചു വരികയാണ് വേൾഡ് കപ്പിന് വേണ്ടിയിട്ട്. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും നമ്പർ 10, അതായത് നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ വേൾഡ് കപ്പിൽ അദ്ദേഹം ഉണ്ടാകുമോ എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷനാണ്. ദേശീയ ടീമിൻ്റെ ടെക്നിക്കൽ സ്റ്റാഫ്, അതുപോലെ തന്നെ ഫിസിക്കൽ ട്രെയിനർ ക്രിസ്ത്യാനോ ന്യൂനസ്, ഇവരൊക്കെ ഇപ്പോൾ സാൻഡോസിൻ്റെ സ്റ്റാഫുമായിട്ട് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നെയ്മർ ജൂനിയറുടെ ഫിസിക്കൽ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ആഞ്ചലോട്ടിയുടെ ഡിസിഷനിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷനുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും. വേൾഡ് കപ്പിന് താരത്തെ കൊണ്ടുപോകാൻ എന്തായാലും ആഞ്ചലോട്ടിക്ക് താല്പര്യമുണ്ട്, പക്ഷേ ഫിസിക്കൽ കണ്ടീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കോച്ച് ഈ ഫിസിക്കൽ ട്രെയിനറുടെ ഡാറ്റ റിലേ ചെയ്തുകൊണ്ടായിരിക്കും, അവിടെ നിന്ന് ലഭിക്കുന്ന ഇൻഫോർമേഷൻസ് റിലേ ചെയ്തുകൊണ്ടായിരിക്കും തീരുമാനമെടുക്കുക. ഏതായാലും എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. ക്രിസ്ത്യാനോ ന്യൂനസ് ഈ കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കും. അദ്ദേഹത്തിൻ്റെ ഇൻഫോർമേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്നാൽ നെയ്മർ ജൂനിയറെ കാർലോ ആഞ്ചലോട്ടി പരിഗണിക്കുന്നത്, അത് ആഞ്ചലോട്ടി പലവട്ടം പറഞ്ഞതാണ്. നെയ്മർ ഒരു എക്സ്ട്രാ ഓർഡിനറി പ്ലെയർ ആണെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് തർക്കമേ ഇല്ല. പക്ഷേ നെയ്മറുടെ ഫിസിക്കൽ കണ്ടീഷനാണ് പ്രശ്നം. ഇപ്പോൾ നെയ്മർ കഴിഞ്ഞ മത്സരം കളിക്കാൻ വേണ്ടി മടങ്ങിയതിന് ശേഷം പറഞ്ഞത് താൻ ഫിസിക്കലി വളരെ ഫിറ്റാണ്, തനിക്ക് വളരെ ഹാപ്പിയുണ്ട്, ഇനിയിപ്പോൾ ഗെയിം റിതം കൂടി കിട്ടേണ്ടതുണ്ട്, കുറച്ച് കളികളോട് കൂടി അതും തിരികെ പിടിക്കാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം നെയ്മറും പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഏതായാലും എല്ലാം ശുഭകരമായി വരികയാണെങ്കിൽ മാർച്ച് മാസത്തിലെ ബ്രസീലിൻ്റെ കുളപ്പിൽ തന്നെ നമുക്ക് നെയ്മർ ജൂനിയറെ കാണാൻ പറ്റിയേക്കും. അത് കഴിഞ്ഞ് വേൾഡ് കപ്പ് സ്ക്വാഡിൽ നെയ്മർ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.